നമസ്കാരം. മാർക്കറ്റിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പ്രകാശ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് STP പ്രോസസ്സിനെ കുറിച്ചാണ്. ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട, ഒരു മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ലെറ്റേഴ്സ് ആണ് STP. സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ്, പൊസിഷനിങ്. ആ 3 ടേമുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. The STP model consists of key steps that help you analyze your offering and the way you to communicate the benefit and value to a specific group. STP മോഡലിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഈ ഘട്ടങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്യാൻ ഒരു മാർക്കറ്റർക്ക് സാധിച്ചാൽ ഓരോ സ്പെസിഫിക് ഗ്രൂപ്പിനും ആവശ്യമായ പ്രോഡക്റ്റ് ഓഫർ ചെയ്യാനും പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, വാല്യൂ തുടങ്ങിയവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് സഹായകരമാകും. അതുകൊണ്ടാണ് STP ഒരു മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ഇമ്പോർട്ടന്റ് ആകുന്നത്. സോ വാട്ട് ഈസ് STP? എന്താണ് STP? STP സ്റ്റാൻഡ്സ് ഫോർ സ്റ്റെപ്പ് 1, സെഗ്മെന്റ് യുവർ മാർക്കറ്റ്. നിങ്ങളുടെ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുക. സ്റ്റെപ്പ് 2, ടാർഗറ്റ് യുവർ ബെസ്റ്റ് കസ്റ്റമർ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമറിനെ നിങ്ങൾ കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 3, പൊസിഷനിങ് യുവർ ഓഫറിംഗ്. യെസ്, 3 കാര്യങ്ങളാണ് STP. നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ, സക്സസ്ഫുൾ മാർക്കറ്റർ ആകണമെങ്കിൽ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഇന്ന് സെറ്റ് ചെയ്യുക. സെഗ്മെന്റ് യുവർ മാർക്കറ്റ്, ടാർഗറ്റ് യുവർ ബെസ്റ്റ് കസ്റ്റമർ, പൊസിഷനിങ് യുവർ ഓഫറിംഗ്. യെസ്, ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ STP എന്താണെന്ന്. യെസ്, സെഗ്മെന്റിംഗ്, T ടാർഗറ്റ്, P പൊസിഷനിങ്. നിങ്ങൾ ഒരു സക്സസ്ഫുൾ മാർക്കറ്റർ ആണോ എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ STP മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ. Market segmentation. What do you mean by market segmentation? STP model start with the segmentation process. STP process start ചെയ്യുന്നത് എവിടെയാണ്? Segmentation processലാണ്. Yes, dividing heterogeneous market into a homogeneous market, which simply means dividing up the market. ഒരു വലിയ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക. The market segmentation refers to the division of mass market into identifiable and distant group, which means segments. Dividing heterogeneous market into a homogeneous market. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന മാർക്കറ്റാണ്. ഡിഫറെന്റ് നീഡ്സ് ഉള്ള, ഡിഫറെന്റ് വാണ്ട്സ് ഉള്ള, ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുള്ള മാർക്കറ്റാണ്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിലോട്ട് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിവൈഡിങ് ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. വലിയ വൈവിധ്യങ്ങളുള്ള മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്ത് ഒരേ നീഡ്സും വാണ്ട്സും ഇൻട്രസ്റ്റ് ഉള്ള ചെറിയ ഹോമോജീനിയസ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ റെഫേഴ്സ് ടു ദ ഡിവിഷൻ ഓഫ് മാർക്കറ്റ് ഇൻടു എ ഐഡന്റിഫൈബിൾ ആൻഡ് ഡിസ്റ്റിന്റ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെ സ്മോൾ സെഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു മാർക്കറ്റർ ആണെങ്കിൽ മാർക്കറ്റർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്മെന്റേഷൻ പ്രോസസ് ആണ്. ഡിവൈഡിങ് ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. യെസ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഹെട്രോജീനിയസ് മാർക്കറ്റ് ആണ്. ഈ ഹെട്രോജീനിയസ് മാർക്കറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ സെഗ്മെന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഹോമോജീനിയസ് മാർക്കറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് സെഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വലിയ മാർക്കറ്റ് സെഗ്മെന്റിനെ നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്ത് സ്മോൾ ഐഡന്റിഫൈഡ് ഗ്രൂപ്പ് ആക്കി മാറ്റി. ഡിഫൈൻ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഒരു എക്സാമിനേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ, ഒരു സ്റ്റുഡന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് സെഗ്മെന്റേഷനെ ഡിഫൈൻ ചെയ്ത് നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാർക്കറ്റ് സെഗ്മെന്റ്സ് ആർ ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് അക്കോർഡിംഗ് ടു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ഇൻകം, ഏജ്, ഡിഗ്രി ഓഫ് അർബനൈസേഷൻ, റേസ് ഓർ ഐദർ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫിക് ലൊക്കേഷൻ ഓർ എഡ്യൂക്കേഷൻ. യെസ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ കൺസ്യൂമേഴ്സ്. നമ്മുടെ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും? അക്കോർഡിംഗ് ടു സച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. ചില ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ഇൻകം ലെവൽ, ഏജ് ഗ്രൂപ്പ്, ഡിഗ്രി ഓഫ് അർബനൈസേഷൻ, റേസ്, ജോഗ്രഫിക് ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് അവരെ സ്മോൾ സെഗ്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഏജിന്റെ അടിസ്ഥാനത്തിൽ 0 to 5 ഏജ് വരെ, 5 to 10, 10 to 15 നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് മന്ത്ലി ഇൻകം 25,000 ബിലോ, then 25,000 to 50,000, 50,000 to 1 lakh, 1 lakh above നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. then അതുപോലെ തന്നെ നമുക്ക് എന്താണ്? ജോഗ്രഫിക്കൽ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് റീജിയൻ, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. STP മോഡൽ സ്റ്റാർട്ട് വിത്ത് സെഗ്മെന്റേഷൻ പ്രോസസ്.
Yes, what do you mean by market segmentation? Simply dividing heterogeneous market into a homogeneous market. Yes, division of mass market into a identifiable and a distinct group, which means segments. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെഗ്മെന്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എല്ലാ കൺസ്യൂമേഴ്സിനും വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് ഇറക്കരുത്. ഇറക്കിയാൽ നമ്മൾ ഫെയിൽ ആയി പോകും. നമ്മൾ പർട്ടിക്കുലർ ആൾക്കാരെ സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് സെഗ്മെന്റേഷൻ പ്രോസസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, STP പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ടെത്തി. ടാർഗറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സെക്കൻഡ് ഫേസ് ഇൻ ദ STP പ്രോസസ്. യെസ്, STP പ്രോസസ്സിൽ സെഗ്മെന്റേഷൻ കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? ടാർഗറ്റിംഗിലാണ്. ദെൻ എന്താണ് ടാർഗറ്റിംഗ്? The term targeting refers to the actual selection of segment a firm want to serve. എന്റെ കമ്പനി അല്ലെ എന്റെ ഫേം ഏത് മാർക്കറ്റ് ആണോ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനെ സെലക്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ് ടാർഗറ്റിംഗ്. The term targeting refers to the actual selection of the segments a firm want to serve. ഇവിടെയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്മോൾ സെഗ്മെന്റ് ആക്കി വെച്ച മാർക്കറ്റിൽ നിന്നും നമുക്ക് വേണ്ട സെഗ്മെന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? മോസ്റ്റ് ഫീസിബിൾ ആയിട്ടുള്ള സെഗ്മെന്റിനെ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ടാർഗറ്റിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ എന്താണ് ഡിഫറെന്റ് സെഗ്മെന്റ്സുകളെ സെലക്ട് ചെയ്തു വെച്ചു. ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 4 സെഗ്മെന്റുകളെ നമ്മൾ സെലക്ട് ചെയ്തു വെച്ചു. 4നെ നമ്മൾ എന്താണ് അനലൈസ് ചെയ്ത് നോക്കി. അനലൈസ് ചെയ്തപ്പം എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ആണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് എന്താണ് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു മാർക്കറ്റിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ദ ടേം ടാർഗറ്റ് റെഫേഴ്സ് ടു ആക്ച്വൽ സെലക്ഷൻ ഓഫ് ദ സെഗ്മെന്റ്സ് എ ഫേം വാണ്ട് ടു സെർവ്. അപ്പൊ എനിക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സെഗ്മെന്റിനെ സെലക്ട് ചെയ്തു. ഇനി ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഡിഫൈൻ ടാർഗറ്റിംഗ്. ടാർഗറ്റിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. Market targeting is defined as the process of evaluating each market segment attractiveness and selecting one or more segment to enter. വളരെ വ്യക്തമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ മാർക്കറ്റ് സെഗ്മെന്റിനെയും ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സെഗ്മെന്റിനെയും ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെ? അതിന്റെ അട്രാക്റ്റീവ്നെസ് ഓർ ഫീസിബിലിറ്റീസ് വിലയിരുത്തി. അവിടെ മാർക്കറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ, പ്രോഫിറ്റബിലിറ്റി, സെയിൽസ് ഓപ്ഷൻസ്, മാർക്കറ്റ് ഗ്രോത്ത് എല്ലാം നമ്മൾ വിലയിരുത്തണം. അങ്ങനെയുള്ള ഫാക്ടേഴ്സുകളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെഗ്മെന്റിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ടോ ഒന്നോ അതിലധികമോ ബെസ്റ്റ് സ്യൂട്ടബിൾ സെഗ്മെന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഈച്ച് മാർക്കറ്റ് സെഗ്മെന്റ് അട്രാക്റ്റീവ്നെസ്. ഓരോന്നിന്റെയും എന്താണ് വശങ്ങൾ നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് എന്താണ്? സെലക്ട് വൺ ഓർ മോർ സെഗ്മെന്റ് ടു എൻ്റർ. എനിക്ക് പോസിബിൾ ആണെന്ന് തോന്നുന്ന, എനിക്ക് ലാഭകരമാണെന്ന് തോന്നുന്ന ആ സെഗ്മെന്റിലോട്ട് ഞാൻ എൻ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്? കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് ടാർഗറ്റിംഗ്. ഫസ്റ്റ് വൺ ഈസ് സെഗ്മെന്റിംഗ്, സെക്കൻഡ് വൺ ഈസ് ടാർഗറ്റിംഗ്. ദ ഫൈനൽ സ്റ്റെപ്പ് positioning. Positioning is the last phase in the STP process. STP പ്രോസസ്സിന്റെ അവസാന സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താണ് അപ്പം പൊസിഷനിങ് എന്ന് നമുക്കറിയണം. യെസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഫേം ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്. ഇവിടെയാണ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ നമ്മൾ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തു, മാർക്കറ്റിനെ സെലക്ട് ചെയ്തു. ഇവിടെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പൊസിഷനിങ് എ മാർക്കറ്റർ ട്രൈ ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓർ ഐഡന്റിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദെയർ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്, ബ്രാൻഡ് ഓർ ഓർഗനൈസേഷൻ. ഇവിടെയാണ് ഒരു മാർക്കറ്റർ അല്ലെങ്കിൽ ഒരു ഫേം അയാളുടെ പ്രോഡക്റ്റിനെ സംബന്ധിക്കുന്ന, അയാളുടെ ബ്രാൻഡിനെ സംബന്ധിക്കുന്ന, അയാളുടെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഒരു ഇമേജ് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലോട്ട് കയറ്റാനായിട്ട് പോകുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ഫേം ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദ കസ്റ്റമേഴ്സ് മൈൻഡ്. എങ്ങനെയൊക്കെ ആയിരിക്കാം? അഡ്വർടൈസ്മെന്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫറുകളിലൂടെ ആയിരിക്കാം, ഡിസ്കൗണ്ടുകളിലൂടെ ആയിരിക്കാം, പ്രോഡക്റ്റ് ഫീച്ചേഴ്സിലൂടെ ആയിരിക്കാം, പ്രോഡക്റ്റ് ക്വാളിറ്റിയിലൂടെ ആയിരിക്കാം.
പല രീതിയിൽ നമുക്ക് കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതൊരു ബിസിനസ് ഓറിയന്റഡ് സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിലാണ് മാർക്കറ്റർ തന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ ടാർഗറ്റ് മാർക്കറ്റിന്റെ കൺസ്യൂമേഴ്സിന്റെ മൈൻഡിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ്, അവർക്ക് ഈ പറഞ്ഞ മെത്തേഡുകളെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി കൺസ്യൂമേഴ്സിന്റെ മൈൻഡിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പൊസിഷനിങ് എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താണ്, ഈ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം, കൺസ്യൂമേഴ്സ് മൈൻഡ് ആണ്. കൺസ്യൂമേഴ്സ് മൈൻഡിൽ നിങ്ങൾക്ക് അറിയാം പല പ്രോഡക്റ്റുകൾ നമ്മുടെ മൈൻഡിലുണ്ട്. അത് അഡ്വർടൈസ്മെന്റിലൂടെ കണ്ടതായിരിക്കാം, എന്റെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം, അല്ല പല രീതിയിൽ ഞാൻ അറിഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു ഫോൺ മേടിക്കാൻ പോയാൽ കുറെ ബ്രാൻഡ് നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. നിങ്ങളൊരു കാർ മേടിക്കാൻ പോയാൽ കുറെ ബ്രാൻഡ്, കുറെ നെയിമുകൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഒരു ടൂത്ത് പേസ്റ്റ് മേടിക്കാൻ പോയാൽ കുറെ നെയിമുകൾ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. സോ ഇറ്റ് ഈസ് കോൾഡ് സിംപിളി പൊസിഷനിങ്. സോ ഡിഫൈൻ പൊസിഷനിങ്. എന്താണ് പൊസിഷനിങ് നോക്കാം. ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിട്ടുണ്ട്, പൊസിഷനിങ് is the act of designing the company's offering and image so that they occupy a meaningful and distinct competitive position in the target customer's mind. Yes, വളരെ വ്യക്തമാണ്. ടാർഗറ്റ് കസ്റ്റമേഴ്സിന്റെ മൈൻഡിൽ കമ്പനിയുടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അതുവഴി എന്താണ്, മാർക്കറ്റിൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അഡ്വർടൈസിങ് വരാം, ഓഫേഴ്സ് വരാം, പ്രൊമോഷൻ മെസ്സേജസ് വരാം, ദെൻ കൺസ്യൂമേഴ്സിന്റെ ട്രസ്റ്റ് വരാം, അല്ലെ പല ഫാക്ടേഴ്സ് എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൽ കൺസ്യൂമേഴ്സ് നേടിയെടുക്കുന്ന പല കാര്യങ്ങൾ. അതെല്ലാം എന്താണ് പൊസിഷനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതാണ് 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, 3 പ്രോസസ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റർ അറിഞ്ഞിരിക്കേണ്ട, ഒരു മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട 3 പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ടോപ്പിക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. STP മാർക്കറ്റിംഗ് മോഡൽ. Segmenting, targeting, positioning. S means segmenting, T means targeting, P means positioning. The STP, S means the first phase in the STP process. Segmentation. എന്താണ് segmentation? Dividing the market into a distinct group of customers. Dividing the heterogeneous market into a homogeneous market. Small സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. സ്മോൾ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ എളുപ്പമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോയി ടാർഗറ്റിംഗ്. ടാർഗറ്റിംഗ് ഈസ് ദ സെക്കൻഡ് ഫേസ് ഇൻ ദ STP പ്രോസസ്. അവിടെ എന്താ ചെയ്തത്, സെലക്ട് മോസ്റ്റ് അട്രാക്റ്റീവ് സെഗ്മെന്റ് ടു ഫോക്കസ് യുവർ മാർക്കറ്റ് ഓൺ. നിങ്ങൾക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റിനെ നിങ്ങൾ സെലക്ട് ചെയ്തു. അപ്പൊ എന്താണ്, ടാർഗറ്റിംഗ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ സെലക്ഷൻ ഓഫ് സെഗ്മെന്റ് ഓഫ് എ ഫേം വാണ്ട് ടു സെർവ്. അവിടെയാണ് നമ്മൾ ആക്ച്വൽ സെലക്ഷൻ, ഞാൻ ഏത് സെഗ്മെന്റിലോട്ട് പോകണം എന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടാണ് എന്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും സ്ട്രാറ്റജീസും ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്റെ സ്റ്റെപ്പ്, ദ ഫൈനൽ സ്റ്റെപ്പ് ഓർ ദ ഫൈനൽ ഫേസ്, പൊസിഷനിങ്. Determine how to position your product for each target segment. ഓരോരുത്തരുടെയും മൈൻഡിൽ എന്റെ പ്രോഡക്റ്റിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണം, പ്രൈസ് കൊണ്ട് പൊസിഷൻ ചെയ്യണോ, അതോ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് വെച്ച് എനിക്ക് പൊസിഷൻ ചെയ്യണോ, അതോ എന്റെ പ്രോഡക്റ്റിന്റെ എന്താണ് ക്വാളിറ്റി വെച്ച് പൊസിഷൻ ചെയ്യണോ, ഓഫർ വെച്ച് വേണോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അവിടെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് എന്താണ് ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള പൊസിഷനിങ് വരുന്നത്. പൊസിഷനിങ് നമ്മൾ ചെയ്യുന്ന എന്താണ്, ദ മാർക്കറ്റ് ട്രൈ ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഓർ ഐഡന്റിറ്റി ഇൻ ദ മൈൻഡ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ് ഫോർ ഇറ്റ്സ് പ്രോഡക്റ്റ്, ബ്രാൻഡ് ഓർ ഓർഗനൈസേഷൻ. യെസ്, അപ്പൊ ഒരു മാർക്കറ്റർ, ഒരു മാർക്കറ്റിംഗ് സ്റ്റുഡന്റ് എല്ലാവരും എന്താണ് STP പ്രോസസ് അറിഞ്ഞിരിക്കുക. STP പ്രോസസ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് തീർച്ചയായിട്ടും ഡെവലപ്പ് ഉണ്ടാകും. യെസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 ടേമുകൾ, സെഗ്മെന്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാർക്കറ്റിംഗിന്റെ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.